മറുനാടൻ വെളുപ്പിക്കുവാൻ ശ്രമിക്കുന്ന മുല്ലപ്പൂ അൽ സുഡു അല്ല, ഇവനാണ് അരമനയിലെ അപ്പക്കുട്ടൻ. തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കിയ തൊഴിലാളികൾ ഒടുക്കം കുത്തക മുതലാളിമാരായി മാറിയ നിരവധി ഉദാഹരണങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് ഈ നവകേരളം. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അവരോടൊപ്പം നിന്ന് ഒടുവിൽ അവരെ വഞ്ചിച്ചാൽ മുഖ്യമന്ത്രി വരെ ആകാം എന്നതിനും നമ്മുടെ നാട്ടിൽ അനവധി ഉദാഹരണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലനിൽപ്പിനായി കടകം മറിയുന്ന നേതാക്കളുടെ വാർത്തകൾ ഇവിടെ പുത്തരിയല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ജന്മം കൊണ്ട് അൽ സുഡു ആയ, എന്നാൽ നിലനിൽപ്പിനായി അരമനയിലെ അപ്പക്കുട്ടനായി മാറിയ ഒരു മുല്ലപ്പൂവിനെ വിളിപ്പിക്കുവാൻ മറുനാടൻ പതിവില്ലാത്ത വിധം കിടന്ന് മെഴുകുന്നത് കണ്ടാണ് ITV ന്യൂസ് ഇപ്രകാരം ഒരു വാർത്തയുമായി ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ഒരു ലക്ഷണമൊത്ത സുഡാപ്പിയാണെന്ന് തെളിയിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് മറുനാടൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ജാസ്മിൻ ഷായെ പോലൊരുത്തനെ യാതൊരു ആവശ്യവുമില്ലാതെ ഈ സമയത്ത് വിളിപ്പിക്കുവാൻ മറുനാടൻ എന്തിനാണ് ഇത്രയും അമിതാവേശം കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ മറുനാടന്റെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. മറുനാടൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കുറഞ്ഞ റീച്ചുള്ളതും ഏറ്റവും നെഗറ്റീവ് കമന്റ് വന്ന വീഡിയോയും ഒരുപക്ഷെ ഇതായിരിക്കാം. ഇത് തന്നെ മറുനാടിന്റെ ആ നിലപാടിനോടുള്ള ജനങ്ങളുടെ വിയോജിപ്പായി നമുക്ക് കണക്കാക്കാം. മറുനാടന്റെ നിലപാടുകളെ അന്ധമായി പിന്തുണയ്ക്കുന്നവർ പോലും ജാസ്മിൻ ഷായെ വെള്ളപൂശുവാനുള്ള മറുനാടന്റെ ആ ശ്രമത്തെ ശക്തമായി എതിർത്തു എന്നതും നാം കാണണം. മറുനാടൻ എന്തിനീ പണി ചെയ്തു എന്നതിലുപരി മറുനാടനെ ഉപയോഗിച്ച് ആരാണ് ഈ പണി ചെയ്യിക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് മാത്രമാണ് ITV ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. അല്ലാതെ മറുനാടനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ജാസ്മിൻ ഷാ ഇന്ന് അൽ സുഡാപ്പി അല്ല, അരമനയിലെ അപ്പക്കുട്ടൻ ആണെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. UNA ദേശീയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. കടലുകൾ താണ്ടി വേരുകൾ ഉറപ്പിച്ച ക്രിസ്ത്യൻ, മുസ്ലിം, ഹൈന്ദവ, മനുഷ്യദൈവ, നിരീശ്വരവാദി മാനേജ്മെന്റുകളുടെ ആശുപത്രികളിലെല്ലാം വേരുകൾ ഉറപ്പിച്ച ഒരു സംഘടനയാണ് ഇന്ന് UNA എന്ന് മനസ്സിലാക്കുക. 36 രാജ്യങ്ങളിലായി UNAക്ക് യൂണിറ്റുകൾ ഉണ്ടെന്നും 18 സംസ്ഥാനങ്ങളിൽ ശാഖകളുണ്ടെന്നും മുല്ലപ്പൂ ഷാ അവകാശപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നഴ്സുമാരുള്ളത് ഇന്ത്യയിലാണത്രേ. ഇന്ത്യയിൽ മൊത്തത്തിൽ 35 ലക്ഷം നഴ്സുമാരുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ 29 ലക്ഷം പേരും മലയാളികളാണത്രേ. 80-90% നഴ്സുമാരെ സംഭാവന ചെയ്യുന്നത് കേരളമാണ് താനും. അതിൽ ഭൂരിഭാഗവും അച്ചായത്തിമാരുമാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ വള്ളിത്തന്തന്മാർക്ക് ഈ കച്ചവടത്തിലും ഇടപെടാം. അതുകൊണ്ട് സുടുക്കളെ പോലും ഞങ്ങൾ ആനാവെള്ളം അടിച്ച് അരമന അപ്പക്കുട്ടന്മാരാക്കും. 7 പേർ ചേർന്ന് UNA എന്ന നഴ്സുമാരുടെ സംഘടന ആരംഭിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു തൊഴിലാളി സംഘടനയായി മാറുമെന്ന് ഒരുപക്ഷെ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ലോണുകളിന്മേൽ ജപ്തി ഭീഷണി വ്യാപകമായ ഘട്ടത്തിൽ കേരളത്തിലെ തൃശ്ശൂരിലാണ് നഴ്സുമാർ ആദ്യമായി സംഘടിക്കുന്നത്. മുംബൈയിൽ തൊടുപുഴ സ്വദേശിനിയായ ബീന ബേബി എന്ന മലയാളി നഴ്സ് ബോണ്ട് സിസ്റ്റത്തിലെ നയം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടതോടെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിലെത്തിക്കുവാൻ തൃശ്ശൂരിലെ നഴ്സുമാരുടെ കൂട്ടായ്മ തീരുമാനമെടുത്തു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ രൂപീകരണവും ഈ സംഭവത്തെ തുടർന്നാണ് ഉണ്ടായത്. 7 പേരിൽ നിന്ന് ഒരു സംഘടന എന്ന ചിന്ത ഉരുത്തിരിയുകയും 2011 നവംബർ 16 യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അഥവാ UNA രൂപം കൊള്ളുകയും ചെയ്തു. കേരള യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ UNA എന്ന പേരിൽ സഹകരണ നിയമപ്രകാരവും പിന്നീട് ട്രേഡ് യൂണിയനായും സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 95%-ലധികം സ്ത്രീകളായിരുന്നതിനാലും വളരെ അസംഘടിതരായിരുന്നതിനാലും ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നഴ്സുമാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. 2000-3000 അടിസ്ഥാന ശമ്പളത്തിൽ 10-15 മണിക്കൂർ വരെ നഴ്സുമാരെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുന്ന ആശുപത്രികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്രകാരം ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ചൂഷണത്തിൽ കഴിഞ്ഞിരുന്ന നഴ്സുമാർക്കിടയിൽ ഒരു പ്രതീക്ഷയുണ്ടായി. അവർ UNA കൊടിക്കീഴിൽ ജാതിയോ മതമോ നോക്കാതെ അണിനിരന്നു. ചെറുതും വലുതുമായ സമരങ്ങൾ നടത്തി പലരുടെയും ജോലികൾ പോയി പലതരത്തിലുള്ള കഷ്ടതകൾ അവർ അനുഭവിക്കേണ്ടതായി വന്നു. ഒടുവിൽ നഴ്സുമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയാണ് ജഗദീഷ് പ്രസാദ് കമ്മിറ്റി. ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഴ്സുമാരുടെ അടിസ്ഥാന വേതനം 20,000 ആക്കി ഉയർത്തുകയുണ്ടായി. ഇനി കുറഞ്ഞത് 40,000 രൂപയെങ്കിലും ശമ്പളമാക്കും എന്ന പ്രതീക്ഷ നൽകിയാണ് UNA നഴ്സുമാരെ സംഘടനയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, സംഘടനയിലേക്ക് പുതിയ ആളുകളെ ആകർഷിക്കുന്നത്. നഴ്സുമാരുടെ സംഘടന കൂടാതെ നഴ്സിംഗ് മേഖലയിലെ അധ്യാപകരുടേതായി യുണൈറ്റഡ് നഴ്സസ് ഫാക്കൽറ്റി അസോസിയേഷനും അഥവാ UNFA, വിദ്യാർത്ഥികളുടേതായി
യുണൈറ്റഡ് നഴ്സസ് സ്റ്റുഡൻസ് അസോസിയേഷനും UNSA നഴ്സിംഗ് ഇതര ജീവനക്കാരുടേതായി യുണൈറ്റഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ് അസോസിയേഷൻ അഥവാ UHSA എന്നീ സംഘടനകളും രജിസ്റ്റർ ചെയ്ത് UNAയുടെ പോഷക സംഘടനകളായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ സേവന മേഖലയിലെ പ്രബലമായ ഒരു തൊഴിലാളി സംഘടനയായി ഇവർ മാറി. മറ്റേതൊരു സംഘടനകളെയും പോലെ തന്നെ തുടക്കത്തിൽ UNAയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും നിലപാടുകളും ശ്ലാഘനീയമായിരുന്നു. ലക്ഷക്കണക്കിന് നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ലവ്യം സംഭാവനകളും കോടികൾ കടന്നപ്പോൾ സംഘടനയുടെ അമരക്കാരനായ ജാസ്മിൻ ഷായ്ക്കെതിരെയും കോടികളുടെ അഴിമതി ആരോപണവും കേസുകളും ഉണ്ടായി. ജാസ്മിൻ ഷാ അടക്കമുള്ള നേതാക്കൾ ജയിലിലുമായി. ED അന്വേഷണം അടക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. സാമ്പത്തിക തിരിമറി മറ്റേത് സംഘടനകളിൽ നിന്നതുപോലെ UNAയിലും നടന്നതിന്റെ ചൂടുപിടിച്ച് ഒരു അവസരം പാർത്തിരുന്ന സ്വകാര്യ ആശുപത്രി മുതലാളിമാർ സർക്കാരിനെ കൂട്ടുപിടിച്ച് ഇവരെ അടിച്ചമർത്തുവാൻ കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചു എന്നതും ഒരു പച്ച പരമാർത്ഥമാണ്. അങ്ങനെ 5 കൊല്ലത്തോളം നന്നായി കത്തിക്കയറി വന്ന UNA എന്ന സംഘടന ഏതാണ്ട് നിർജീവമായി. സംഘടനാ നേതാക്കൾ സ്വയരക്ഷയ്ക്കായി കോടതികൾ കയറി ഇറങ്ങി. സംഘടനാ പ്രവർത്തനം ഏതാണ്ട് താറുമാറായി. നേതൃത്വം നിലപാടുകൾ മാറ്റി. മാനേജ്മെന്റുകൾക്ക് വിധേയപ്പെട്ട് അടങ്ങി ഒതുങ്ങിപ്പോയി. 2023 വീണ്ടും ഷായുടെ നേതൃത്വത്തിൽ സംഘടനയ്ക്ക് അനക്കം വെച്ചു. സ്വകാര്യ ആശുപത്രി മുതലാളിമാരുമായി, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആശുപത്രി മാനേജ്മെന്റുകളായ സഭാ നേതാക്കളുമായി വളരെ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടിക്കുന്നത്. ഡീൽ ഉണ്ടാക്കിയത് കൊണ്ടാണോ അതോ ഭയന്നിട്ടാണോ എന്നറിയില്ല. അത് UNA അംഗങ്ങൾ തന്നെ വിലയിരുത്തുക. പല ക്രിസ്ത്യൻ കോർപ്പറേറ്റ് ആശുപത്രികളിലും യൂണിറ്റ് നേതാക്കൾ തുടക്കം കുറിച്ച സമരം പൊളിക്കുവാൻ UNA ദേശീയ നേതൃത്വം തന്നെ ചരടുകൾ വലിച്ചു. തിരുവനന്തപുരത്തെ കരമനയിലെ ഒരു കോർപ്പറേറ്റ് ആശുപത്രിയിലെ നഴ്സുമാർ ഒന്നടങ്കം സമരത്തിനിറങ്ങിയിരുന്നു. ഒടുക്കം നേതാക്കൾ കാശു വാങ്ങി സമരം അട്ടിമറിച്ചു. സമരത്തിനിറങ്ങിയ എല്ലാ നഴ്സുമാരെയും മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. പുതിയ ആളുകളെ എടുത്തു. UNA നേതാക്കളും സർക്കാരും ആശുപത്രി മാനേജ്മെന്റിനൊപ്പം നിന്നു. സമരത്തിനിറങ്ങിയ നഴ്സുമാർ ഒടുവിൽ വഴിയാധാരമായി. അതുപോലെ പാലയിലെ മാർ സ്ലീവ ആശുപത്രിയിൽ UNA യൂണിറ്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാനേജ്മെന്റിന് ഡിമാൻഡ് നോട്ടീസ് നൽകുകയുണ്ടായി. പുരുഷ നഴ്സുമാർക്ക് വേണ്ടി പഴയ കണ്ടെയ്നർ വാങ്ങി അതിൽ വസ്ത്രം മാറുവാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ യുണൈറ്റഡ് നഴ്സസ് പ്രസിഡന്റിനെ കോൺട്രാക്ട് നീട്ടാതെ ആശുപത്രിക്കെതിരെ പ്രവർത്തിച്ചു എന്ന കാരണം കാട്ടി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ പുറത്താക്കിയ UNA നേതാവിനെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് സ്ലീബ മെഡിസിറ്റിയിൽ നഴ്സുമാർ സൂചനാ സമരവുമായി രംഗത്ത് വന്നു. അത് വലിയ വാർത്തയുമായിരുന്നു. എന്നാൽ ആ സമരം പൊളിക്കുവാൻ, സഭയെ സഹായിക്കുവാൻ ചരട് വലിച്ചതും ജാസ്മിൻ ഷാ ആയിരുന്നു. സഭയുടെ ആവശ്യം തങ്ങളെ നാണം കെടുത്തിയ പാലാരൂപതാംഗം കൂടിയായ യൂണിറ്റ് പ്രസിഡന്റിനെ പുറത്താക്കുവാൻ സഹായിക്കണം, ആ നടപടി മറ്റുള്ളവർക്കൊരു മാതൃകയാകണം എന്നതായിരുന്നു. മാത്രമല്ല, ഈ നാമത്തിൽ നഴ്സുമാർ ഇവിടെ സമരം നടത്താൻ പാടില്ല, നഴ്സുമാരുടെ കണ്ണിൽ പൊടിയിടുവാൻ പേരിന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം, ഷായ്ക്കും വളരെ പ്രയോജനമുണ്ടാകും എന്ന് പറഞ്ഞു. അതോടെ മെയിൻ സ്വിച്ച് ഇടുന്നത് പോലെ മാർസ്ലീവയിലെ നഴ്സുമാരുടെ സമരം ആവിയായിപ്പോയി. അതിന് പറയുവാൻ ഒരു തടയായി ആശുപത്രി മാനേജ്മെന്റ് ഒരു സ്റ്റേയും സംഘടിപ്പിച്ചിരുന്നു. ആദ്യം വർഗീയ കാർഡിട്ട് ഷായെ പേടിപ്പിച്ചു. ഈരാറ്റുപേട്ടയിൽ ആരംഭിച്ച സുഡാപ്പി മാനേജ്മെന്റിന്റെ ആശുപത്രിയെ സഹായിക്കുവാനാണ് നഴ്സുമാരെ മാർസ്ലീവയിൽ സമരം ചെയ്യിക്കുന്നത് എന്നതായിരുന്നു ആദ്യ പ്രചാരണം. ഇതൊന്നും മനസാവാച അറിയാതിരുന്ന ആ ആശുപത്രി മാനേജ്മെന്റും വിരണ്ടു, ഷായും വിരണ്ടു. ഈ ആരോപണം കുറുക്കിക്കൊണ്ടാൽ രണ്ടുപേരുടെയും കച്ചവടം പൊളിയും എന്നവർക്ക് തന്നെ അറിയാം. ഇതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളിയാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ അവർ 3 യൂട്യൂബ് ചാനലുകളെയും വിലക്കെടുത്തു. അവർ 3 സൈഡിലായി നിന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളെ കുറിച്ച് കത്തിച്ചു വിട്ടു. ഇതിൽ 2 യൂട്യൂബർമാരും കത്തോലിക്കരാണ് എന്ന് മനസ്സിലാക്കുക. പാലാരൂപതയുടെ വേണ്ടപ്പെട്ടവരുമാണ്. ഒരാൾ ജാസ്മിൻ ഷായെ വെള്ളപൂശുന്ന പണി ചെയ്യുന്നു, രണ്ടാമൻ ജോസ് കെ മാണിയുടെ ബിനാമിയും ആണ്. ഇവരെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയാണ് ഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ ഷാ ഒരു സുഡാപ്പിയാണെന്ന് തെളിയിച്ചാൽ 1 ലക്ഷം രൂപ ഇനാം നൽകാം എന്ന് മറുനാടൻ ഷാജൻ പറയുവാൻ കാരണം ആ പണം കമ്പനിക്ക് അടിക്കും എന്ന് ഷാജൻ ഏതാണ്ട് ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം ജാസ്മിൻ ഷാ ഇന്ന് അൽ സുഡു അല്ല, പിന്നെയോ അരമനയിലെ അപ്പുക്കുട്ടനാണ്. അരമന കിങ്ങിണികളുടെ മുല്ലപ്പൂവാണ് ഇന്ന് ജാസ്മിൻ ഷാ. വർഗീയതയല്ല, കാശാണ് മുഖ്യം ബിഗിലെ എന്ന് ഷാ മനസ്സിലാക്കി കഴിഞ്ഞു. സുഡുവായിരുന്ന സമയത്ത് പണ്ട് ഏതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ആശുപത്രികൾ സമരം നടത്തി പൂട്ടിക്കുവാൻ ജാസ്മിൻ ഷാ ശ്രമിച്ചു എന്നത് പണ്ട് ഏതോ ഒരു UNA-കാരൻ ഇട്ട കമന്റ് നോക്കി നിലവിലെ സത്യാവസ്ഥ നോക്കാതെ മറുനാടൻ കഴിഞ്ഞ ദിവസം ഇറക്കിയ തന്റെ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അത് സെൽഫ് ഗോളായി പോയി ആ പ്രസ്താവന. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന പാലാ മെത്രാൻ ഹോസ്പിറ്റൽ ജിഹാദ് എന്നിപ്പോൾ പറയാതിരുന്നതിന് കാരണം മെത്രാന്റെ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അമരക്കാരനായി മുല്ലപ്പൂ ഷാ ഇരിക്കുന്നത് കൊണ്ടാണ്.
അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ ജിഹാദ് എന്നൊരു വാക്കുകൂടി കേൾക്കുമായിരുന്നു. അച്ചായത്തി നഴ്സുമാരെ, ഒരു കാക്ക റാഞ്ചിയെ, ഒരു യൂണിയൻ ഉണ്ടാക്കിയേ എന്ന് അദ്ദേഹം നിലവിളിച്ചേനെ. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ മുല്ലപ്പൂ ഷായുടെ അൽഷുഡു എന്ന ആ ചീത്തപ്പേര് മാറ്റേണ്ടുന്നത് ഇപ്പോൾ ആരുടെ ആവശ്യമാണ്? ആരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്? മെത്രാന്മാരുടെ, പ്രത്യേകിച്ച് സഭയുടെ. ഇവൻ സുഡുവല്ല, ഞങ്ങളുടെ കാവൽ മാലാഹയാണെന്ന് വിളിച്ചു പറയേണ്ടുന്നത് ഇപ്പോൾ അവരുടെ ചുമതലയാണ്, ഞങ്ങളുടെ മെത്രാന്മാരുടെ ചുമതലയാണ്. മുല്ലപ്പൂ ഷാ ഇല്ലായിരുന്നുവെങ്കിൽ പാലായിലെ നഴ്സുമാരുടെ സമരം പൊളിക്കുവാൻ സാധിക്കുമായിരുന്നോ? ഇല്ല. കൂടെ നിന്ന് വിമർശിച്ച കത്തോലിക്കനായ UNA യൂണിറ്റ് പ്രസിഡന്റിനെ എടുത്ത് പുറത്തു കളയുവാൻ സാധിക്കുമായിരുന്നോ? ഇല്ല. പാലായിൽ സമരത്തിനിറങ്ങിയ നഴ്സുമാരെ വിരട്ടി തിരികെ ജോലിക്ക് കയറ്റുവാൻ സാധിക്കുമായിരുന്നോ? ഇല്ല. അതുകൊണ്ടാണ് മുല്ലപ്പൂ ഷാ ഇപ്പോൾ അൽസുഡുവല്ല, അരമനയിലെ അപ്പുച്ചുട്ടനാണ് എന്ന് പറയുവാൻ കാരണം. ഇതൊന്നും അറിയാതെയായിരിക്കാം ഒരുപക്ഷെ മറുനാടൻ മുല്ലപ്പൂ ഷായെ വൈറ്റ് വാഷ് ചെയ്യുവാനുള്ള ചുമതല ഏറ്റെടുത്തത്. ഒരുപക്ഷെ മറുനാടനെ തെറ്റിദ്ധരിപ്പിച്ചതാവണം. മുല്ലപ്പൂ ഷാ എന്ന് വെറും വാളി സംഘടനാ നേതാവല്ല. കോടികളുടെ ബാങ്ക് ബാലൻസ് ഉള്ള, എന്തും വിലയ്ക്ക് മേടിക്കുവാൻ ശേഷിയുള്ള, പെയ്ഡ് PR നടത്തുവാൻ കഴിവുള്ള, പദവി പോയാൽ കോടികൾ നഷ്ടം വരുവാൻ സാധ്യതയുള്ള നഴ്സിംഗ് തൊഴിലാളികളുടെ മുതലാളിയാണ് അദ്ദേഹം. അൽസുഡു ഇമേജ് അദ്ദേഹത്തിന്റെ പദവിക്ക് ഇന്ന് ഗുണം ചെയ്യില്ല. പുട്ടിയിട്ടേ മതിയാവൂ. മറുനാടൻ പുട്ടിയിടുന്ന ഒരു പെയിന്ററുടെ പണിയാണ് ചെയ്തത്. മുല്ലപ്പൂവിനെ കൂടുതൽ വെളുപ്പിക്കുവാൻ ഇനി പലരും ബ്രഷുമായി കളത്തിലിറങ്ങും. കാരണം മുല്ലപ്പൂ ഇപ്പോൾ അരമനയിലെ അപ്പുച്ചുട്ടനാണ്, കാശുള്ള മുതലാളിയാണ്. അതുപോലെ മറുനാടന്റെ 1 ലക്ഷം കൊണ്ടുപോകുവാൻ മുല്ലപ്പൂ ഒരു അൽ സുഡുവാണെന്ന് തെളിയിക്കുവാൻ പറ്റിയ ഒരു തെളിവുമായി ഒരാൾ വന്നിട്ടുണ്ട്. ഷായെ ചേലാകർമ്മം നടത്തിയ, അതായത് സുന്നത്ത് നടത്തിയ ഒസാൻ ബീരാനിക്ക. സർട്ടിഫിക്കറ്റ് ഒന്നും പുള്ളിയുടെ കയ്യിലില്ല, പക്ഷേ കർമ്മം ചെയ്ത ആ കത്തിയുണ്ട്. ചെയ്തിട്ടില്ലെന്ന് ഷാ ചാനലിലൂടെ ആ തെളിവ് കാണിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.